ബാക്കിയുള്ള യൂസേഴ്സ് വരുന്ന ടൈമിൽ അവർ അവിടുന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ വൈഫൈ യൂസ് ചെയ്തിട്ട് തന്നെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഡേറ്റാസ് എല്ലാം കൂടെ ഈ ഓൺലൈനായിട്ട് ആ ഒരു വൈഫൈക്കകത്ത് കണക്ട് ചെയ്തിരുന്ന ഹാക്കർ കളക്ട് ചെയ്യുകയും അത് വെച്ചിട്ട് എമൗണ്ട് തട്ടുകയും ചെയ്തിട്ടുണ്ട്. മാൻ ഇൻ ദ മിഡിൽ നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, ഓപ്പൺ വൈഫൈസിനകത്ത് കണക്ട് ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഫ്രീ വൈഫൈ കിട്ടുകയാണ്. അപ്പോൾ ആ ഒരു ഫ്രീ വൈഫൈക്കകത്ത് കയറിയിട്ട് നമ്മുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമ ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവാം, പലരും കണക്ട് ചെയ്തിട്ടും ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈഫൈക്കകത്ത് ഒരു അറ്റാക്കർ ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹാക്കർ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തിനകത്തൊക്കെയാണ് കയറുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിക്കും നടന്നിട്ടുള്ള സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വേറൊരു സ്ഥലത്ത് ഒരു കോഫി ഷോപ്പിനകത്ത് ഇതേ കണക്ക് ഫ്രീ വൈഫൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഫ്രീ വൈഫൈക്കകത്തേക്ക് ഒരു ഹാക്കറും എൻ്റർ ചെയ്തിരുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം അതിനകത്ത് പുള്ളി ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂസേഴ്സ് വരുന്ന ടൈമിൽ അവർ അവിടുന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ വൈഫൈ യൂസ് ചെയ്തിട്ട് തന്നെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഡേറ്റാസ് എല്ലാം കൂടെ ഈ ഓൺലൈനായിട്ട് ആ ഒരു വൈഫൈക്കകത്ത് കണക്ട് ചെയ്തിരുന്ന ഹാക്കർ കളക്ട് ചെയ്യുകയും അത് വെച്ചിട്ട് എമൗണ്ട് തട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വൈഫൈ കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വൈഫൈക്കകത്ത് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനകത്തൊക്കെയാണ് കയറുന്നത്, നമ്മൾ എന്തൊക്കെ ലിങ്കുകളാണ് ക്ലിക്ക് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തു, ആരോടൊക്കെ ചാറ്റ് ചെയ്തു, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മുടെ ഒരു വൈഫൈക്കകത്ത് ഇരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കും എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അഥവാ അങ്ങനെ ഡേറ്റാസ് ചോർന്നു പോയി കഴിഞ്ഞാലും ഈവൻ നമ്മളിപ്പോൾ ഒരു HTTPS വെബ്സൈറ്റിനകത്താണ് കയറുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സെക്യൂർ സോക്കറ്റ് ലെയർ പ്രോട്ടോകോളൊക്കെ അനുസരിക്കുന്ന വെബ്സൈറ്റുകളിൽ കയറി കഴിഞ്ഞാൽ പോലും അതിനെ ക്രാക്ക് ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ എടുക്കാനായിട്ട് മാൻ ഇൻ ദ മിഡിൽ എന്ന് പറയുന്ന ഈ ഒരു അറ്റാക്കിന് സാധിക്കും. അതായത് മാൻ ഇൻ ദ മിഡിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഒരു സെർവറിലേക്ക് ഡേറ്റ അയക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ വരുന്നു, ഓക്കെ, ഒരു അറ്റാക്കർ വരുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് അയക്കുന്നതിനിടയ്ക്ക് വേറൊരാൾ വന്നിട്ട് ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, ഇൻ്റർപ്രറ്റ് ചെയ്യാതിരിക്കാം. അപ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനെ നമുക്ക് ആക്റ്റീവ് എന്നും അല്ലാത്തപ്പോൾ അതിനെ പാസീവ് എന്നും വിളിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം. അപ്പോൾ ഇതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പാസ്വേഡ് അറ്റാക്ക്. പാസ്വേഡ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വേറൊരു കാര്യമാണ്. അതായത് എല്ലായിടത്തും സെയിം പാസ്വേഡ് യൂസ് ചെയ്യരുത്, അല്ലാന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള പാസ്വേഡ് യൂസ് ചെയ്യരുത്. നമ്മളിപ്പോൾ സിമ്പിൾ പാസ്വേഡ് 1 2 3 അല്ലെന്നുണ്ടെങ്കിൽ പാസ്വേഡ് നടിക്കുന്ന ടൈമിൽ PA കൊടുത്തതിന് ശേഷം $2 പാസ്വേഡ് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പാസ്വേഡുകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാസ്വേഡാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ലോഗിനിന് നമ്മൾ ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു അക്കൗണ്ട് ഹാക്ക് ആകും എന്ന് നമ്മൾ വിശ്വസിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല ഇട്ടേക്കുന്നത്, നിങ്ങളുടെ വീട്ടുപേരാണ് ഇട്ടേക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുപേര് നിങ്ങളുടെ പേരോട് ചേർത്താണ് ഇട്ടേക്കുന്നത് എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ അറിയാവുന്ന ഒരാളാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിക്ക് അതും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്നും അതേപോലെ തന്നെ നമ്മൾ ഡിക്ഷണറി അറ്റാക്ക് എന്നും വിളിക്കാൻ പറ്റും. അതായത് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ മുമ്പത്തെ ഹാക്കിങ്ങിൻ്റെ വീഡിയോസിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പാസ്വേഡ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡിക്ഷണറിക്കകത്ത് നമുക്ക് വേണ്ട വേർഡുകൾ ഏതൊക്കെയാണോ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല കോമ്പിനേഷനായിട്ട് അതിനെ ചെക്ക് ചെയ്യുകയും അതിൻ്റെ പാസ്വേഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടും സാധിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ കോമൺ പാസ്വേഡ് യൂസ് ചെയ്യാതിരിക്കുക. അഥവാ പാസ്വേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പാസ്വേഡ് ഇട്ടു, ആ പാസ്വേഡ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, അത് തന്നെ ഗൂഗിളിനകത്ത് ഇട്ടു, അത് തന്നെ അഡോബിനകത്ത് ഇട്ടു, അങ്ങനെ പല പല അക്കൗണ്ട്സിനകത്ത് എല്ലാം സെയിം പാസ്വേഡ് ആയി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഹാക്കായി പോയി കഴിഞ്ഞാലും ബാക്കിയുള്ളതെല്ലാം എക്സ്പോസ്ഡ് ആയിട്ട് അതിൻ്റെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ചോർന്നു പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരിടുന്ന അറ്റാക്കുകളെ ഇങ്ങനെ 4 രീതിയിലേക്ക് നമുക്ക് തരംതിരിക്കാം. അതിലേറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞ അറ്റാക്ക് തന്നെയാണ് മാൽവെയർ അറ്റാക്ക്. കാരണം ഇതിനകത്ത് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് മാൽവെയർ അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവൂ. പക്ഷേ നമ്മുടെ ഡേറ്റാസ് എല്ലാം ഈവൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും പലരുടെയും ഫോണിനകത്തുനിന്ന് ഈ ഒരു ഡേറ്റ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം.
ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മാൽവെയർ അറ്റാക്സിനെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതേപോലെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ബോണസ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ പ്രൊട്ടക്റ്റിനകത്ത് കയറിയിട്ട് ആപ്ലിക്കേഷൻസ് എല്ലാം വെരിഫൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണോ യൂസ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോഴും വിഡ്മേറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, എക്സെൻറ്റർ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം, അതിൻ്റെയൊക്കെ ക്രാക്ക് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇനി വാട്സപ്പിനകത്ത് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ GB അല്ലാന്നുണ്ടെങ്കിൽ KTO ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം പ്ലേ പ്രൊട്ടക്റ്റിനകത്ത് കയറിയതിന് ശേഷം അതിനകത്ത് മാൽവെയർസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അതുമല്ല, നിങ്ങളുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനകത്ത് എന്തെങ്കിലും മാൽവെയർസ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. virustotal.com എന്ന് പറയുന്ന ആ ഒരു സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അതിനകത്ത് എന്തെങ്കിലും മാൽവെയർ ഒളിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഡേറ്റാസ്, അതായത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് മാത്രം ഡേറ്റ എനേബിൾ ചെയ്ത് വെക്കുക, അതായത് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഡിസേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ഏതെങ്കിലും മാൽവെയർ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്തേക്ക് ഡേറ്റ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്തുനിന്ന് ആരാണോ സെർവർ ആ ഒരു സെർവറിലേക്ക് ഇതിൻ്റെ ഡേറ്റ സെൻഡ് ചെയ്യാൻ പറ്റാതാവുകയും അതുകൊണ്ട് തന്നെ അഥവാ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് യൂസ് ഇല്ലാതാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് കയറി പോകുന്ന ടൈമിലുള്ള കാര്യങ്ങളാണ്. ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നിൽ കൂടുതൽ തവണ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ച് ഏതെങ്കിലും ഒരു ലിങ്കിനകത്ത് കയറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ flipkart.com എന്ന് പറയുന്നതിന് പകരം flipkart.in എന്ന് പറയുന്നൊരു സൈറ്റിൽ നിന്നാണ് വന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും അത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, അതിനകത്തേക്ക് കയറി നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം എന്ന് വിചാരിക്കും. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഒന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ തന്നെ യൂസ് ചെയ്യുക. വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഓഫർ വരികയാണെന്നുണ്ടെങ്കിൽ ഓഫറിൻ്റെ ജെന്യൂനിറ്റി തിരക്കിന് ശേഷം മാത്രം ലിങ്കുകളിനകത്ത് ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞതുപോലെയാണ്. ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം മുതൽ നമ്മുടെ ഫോണിനകത്തേക്ക് മാൽവെയേഴ്സിനെ ഇഞ്ചെക്ട് ചെയ്യാനും ആ ഇഞ്ചെക്ട് ചെയ്ത മാൽവെയേഴ്സിന് നമ്മുടെ ഫോണിനകത്ത് ഓൺ ദ സ്പോട്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ അഷ്കർ ടെക്കിയുടെ ചാനൽ ഹാക്കായ രീതി. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് സാധാരണ എല്ലാവരുടെയും അക്കൗണ്ട് ഹാക്കായി പോകുന്നത്. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതി കൂടിയാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരാളുടെ അക്കൗണ്ട് ഹാക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അതിനകത്തുനിന്ന് ഒരു മാൽവെയർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവുന്നു. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അത് ഇതിന് ഫംഗ്ഷൻ ആവാനായിട്ട് വളരെ ചെറിയ സമയം മതി. അതായത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ CMD ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കയറുന്നു, ജസ്റ്റ് അതിൻ്റെ കമാൻഡ് റൺ ചെയ്തതിന് ശേഷം ഓൺ ദ ടൈം ഈ ഒരു മാൽവെയർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് തുടങ്ങുന്നു. പക്ഷേ നമ്മളിതിനെ പറ്റിയിട്ട് അറിയാനായിട്ട് വളരെയധികം വൈകി പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടോ കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമായിരിക്കും നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുക. ഇത് ശരിക്കും പോകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാൽവെയറിനെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ ലൈവ് കീ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മുടെ മിക്കവാറും ഉള്ളവരെല്ലാവരും സിസ്റ്റത്തിനകത്ത് ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ ലൈവ് കീ വളരെ പെട്ടെന്ന് തന്നെ ക്രോമിനകത്തോ ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത് കയറിയതിന് ശേഷം വളരെ ഈസി ആയിട്ട് അവർക്ക് ആ ഒരു ലൈവ് കീ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വരുന്ന ടൈമിൽ ഏത് അക്കൗണ്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈവ് കീ എടുത്തതിന് ശേഷം അതിനകത്തൂടെ വേണ്ടാത്ത രീതിയിലുള്ള ലൈവുകൾ കൊടുത്തതിന് ശേഷം ആ ലൈവിനകത്ത് ഒരുപാട് കമൻറ്റോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്ത് ആ ഒരു അക്കൗണ്ട് പൂട്ടി പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അങ്ങനെയാണ് മിക്കവാറുമുള്ള ഈ യൂട്യൂബ് ചാനൽസ് എല്ലാം ഹാക്കാവുകയും പൂട്ടി പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റിയുടെ പുതിയ തലങ്ങളെ പറ്റിയിട്ടായിരിക്കും. എങ്ങനെ നമുക്ക് സൈബർ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. ബൈ.